നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലൂടെയും കണ്ണൂർ നിയോജക മണ്ഡലത്തിലൂടെയും പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജക മണ്ഡലത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര ക്ഷേത്രകലകൾക്കും പൈതൃകത്തിനും ജലോത്സവങ്ങൾക്കും പേരുകേട്ട അറബിക്കടലിന്റെ തീരവും സമൃദ്ധമായ നെൽപ്പാടങ്ങളും കൈകോർക്കുന്ന ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിലൂടെയാണ്. തീരദേശത്തിന്റെ വെല്ലുവിളികളും കാർഷിക മേഖലയുടെ പ്രതീക്ഷകളും പേറുന്ന ഈ നാടിന്റെ സമഗ്രമായ പുരോഗതിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ് കേരള സർക്കാർ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് നാടിൻ്റെ വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. നല്ല റോഡുകളും പാലങ്ങളും സ്കൂളുകൾ, ആശുപത്രികൾ, തീരസംരക്ഷണം പോലുള്ള സുരക്ഷാ സംവിധാനങ്ങളും അവയിൽപ്പെടുന്നു. മണ്ഡലത്തിൻ്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ കാണാം. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റങ്ങളാണ് കേരളത്തിൽ നിന്ന് കിഫ്ബി പദ്ധതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കും എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം അന്ധമായി അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്ന തരത്തിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകിയത്. എന്നാൽ ഇപ്പോൾ 10 വർഷക്കാലം കൊണ്ട് 1,10,000 കോടി രൂപയുടെ വികസനം കേരളത്തിൽ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1,10,000 കോടി രൂപയുടെ വികസനമാണ്. ഇത് ചരിത്രത്തിലില്ലാത്ത വികസനം. അടിസ്ഥാന സൗകര്യ മേഖലയിൽ എല്ലാ മേഖലയിലും കേരളത്തിൽ ആ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല പ്രതിദാനം ചെയ്യുന്ന ഈ മണ്ഡലത്തിലും ഏതാണ്ട് 434 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇതിനോടകം തന്നെ ഈ മണ്ഡലത്തിൽ അനുവദിച്ച് അത് ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഈ മണ്ഡലത്തിൻ്റെ തീരദേശ മേഖലയായിട്ടുള്ള ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട്. കടൽ ഭിത്തി ഇല്ലാത്തതിൻ്റെ പേരിൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു മേഖലയാണ്. 190 കോടിയിലധികം രൂപയാണ് ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പ്രദേശങ്ങളിൽ പുലിമുട്ട് നിർമ്മിക്കുന്നതിനും കടൽഭിത്തി നിർമ്മിക്കുന്നതിനും ടെട്രോപാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കടൽഭിത്തി നിർമ്മാണം. അവിടുത്തെ ജനങ്ങളുടെ ചിരകാലമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഇനിയും കുറേയധികം പ്രദേശമുണ്ട്. പക്ഷേ 191 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാൻ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് ദേശീയപാതയോടൊപ്പം തന്നെ തീരദേശ ഹൈവേ, മലയോര ഹൈവേ എന്നിവ. ആ തീരദേശ ഹൈവേയുടെ 1ാം റീച്ച് വലിയഴിക്കൽ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള പ്രദേശത്തെ 1ാം റീച്ചിന് വേണ്ടി 142 കോടി 50 ലക്ഷത്തോളം രൂപയാണ് ഗവൺമെൻറ് കിഫ്ബിയിൽ അനുവദിച്ച് അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നങ്ങ്യാറുളങ്ങര റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടി 37.5 കോടി രൂപയാണ് സ്ഥലമേറ്റെടുക്കുന്നതിനും മേൽപ്പാല നിർമ്മാണത്തിനും വേണ്ടി സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുകൊണ്ട് പണം അനുവദിച്ച് അപ്പോൾ അതിൻ്റെ സ്ഥലമേറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള ഉടമകൾക്ക് പണം നൽകുന്നതിന് വേണ്ടി 37.5 കോടി രൂപയാണ് ഹരിപ്പാട് മണ്ഡലത്തിൽ ഈ നിലയിൽ അനുവദിച്ചിട്ടുള്ളത് കിഫ്ബി പദ്ധതിയിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിപ്പാട് ഇലഞ്ഞിമേൽ റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ച കാര്യം, അതുപോലെ തന്നെ മല്ലിക്കാട്ട് കടവ് കടവിലേക്കുള്ള റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്,
തൃക്കുന്നപ്പുഴയിലെ ഫിഷറീസ് ആശുപത്രിക്ക് ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചത്. ഹരിപ്പാട് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിനെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 6 കോടിയോളം രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ ഈ മണ്ഡലത്തിൽ അനുവദിച്ചത്. ഹരിപ്പാട് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട്, ആയാവറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ച ഫണ്ട്, വലിയഴിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂള്, മംഗലം ഗവൺമെൻറ് ഹൈസ്കൂള്, ഈ ഹൈസ്കൂളുകളെല്ലാം ഹരിപ്പാട് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഈ ഹൈസ്കൂളുകളുടെ എല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഈ കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചത്. നങ്ങ്യാറുളങ്ങരയിലെ ഗവൺമെൻറ് UP സ്കൂള്, അതുപോലെ തന്നെ കാർത്തികപ്പള്ളിയിലെ ഗവൺമെൻറ് UP സ്കൂള്, തൃക്കുന്നപ്പുഴയിലെ ഗവൺമെൻറ് UP സ്കൂള്, കണിച്ചനല്ലൂർ ഗവൺമെൻറ് LP സ്കൂള്, അതുപോലെ തന്നെ വഴുതാനത്തെ ഗവൺമെൻറ് UP സ്കൂള്, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സ്കൂളുകളുടെ എല്ലാം LP UP ഉൾപ്പെടെയുള്ള സ്കൂളുകളുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി, കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയെല്ലാമുള്ള ഫണ്ട് ഈ പദ്ധതിയിലൂടെയാണ് അനുവദിച്ചത്. പള്ളിപ്പാട് പഞ്ചായത്തിനെയും വിയ്യപുരം പഞ്ചായത്തിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന മേൽപ്പാടം പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഈ പദ്ധതിയിലൂടെയാണ് അനുവദിച്ചതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിലയിൽ നമ്മുടെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ തന്നെ നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾക്ക് കിഫ്ബി പദ്ധതിയിലാണ് 434 കോടി രൂപ ഇതിനോടകം തന്നെ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം. ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ കഴിയാത്ത വൻകിട പദ്ധതികൾ ഈ കേരളത്തിലെ ആകെ നടക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലെ 8 ഇടതുപക്ഷ MLA മാർ പ്രദാനം ചെയ്യുന്ന മണ്ഡലങ്ങളിലെല്ലാം വലിയ വികസന മുന്നേറ്റമാണ് ഈ കിഫ്ബി പദ്ധതിയിലൂടെ. 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ നടക്കുമ്പോൾ അതിനൊപ്പം എത്താൻ, കേരളത്തിൽ ആകെ നടക്കുന്ന വികസന മുന്നേറ്റങ്ങൾക്കൊപ്പം എത്താൻ ഹരിപ്പാടിന് കഴിയുന്നില്ല. ഹരിപ്പാടിന് കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം ഹരിപ്പാട്ടെ MLA ഇക്കാര്യങ്ങൾ, ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ അത് ശരിയാവണ്ണം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉൾപ്പെടെ ഉള്ളത് നേടിയെടുത്ത് ഈ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു താല്പര്യവും കാണിക്കുന്നില്ല. ഇതെല്ലാമാണെങ്കിൽ ഈ നാടിനെയും ഈ മണ്ഡലത്തെയും കരുതലോടെ കണ്ടുകൊണ്ടാണ് കേരളത്തിൽ 1,10,000 കോടി രൂപയുടെ വികസന മുന്നേറ്റങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഹരിപ്പാട് മണ്ഡലത്തിലെയും പ്രധാന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഫണ്ട് അനുവദിച്ചുകൊണ്ട് കിഫ്ബിയിലൂടെ ഇവിടെയും ആ വികസന പദ്ധതികൾ നടക്കുന്നത്. ഇനിയും ഒട്ടേറെ പദ്ധതികൾക്ക് പ്രപ്പോസൽ നൽകിയാൽ അത് നേടിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തല മുൻ മന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവുമെല്ലാം ആയിരുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യവും പരിഗണിക്കാതിരിക്കുന്ന ഒരു സ്ഥിതി കേരളത്തിലെ ഒരു മന്ത്രിമാരിൽ നിന്നും ഒരു വകുപ്പിൽ നിന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അതിന് അദ്ദേഹം മുതിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ സ്വാധീനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നത് ഈ മണ്ഡലത്തിൻ്റെ ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഈ നിലപാട് തിരുത്തണം. അപ്പോൾ അദ്ദേഹം കാണിക്കുന്നത് അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള വികസന വിരുദ്ധതയാണ്. അത് തിരുത്താൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കേരളത്തിന്റെ വടക്കൻ മലബാറിൽ ചരിത്രവും പോരാട്ടവീര്യവും സാംസ്കാരിക തനിമയും ഒത്തുചേരുന്ന ജില്ലയുടെ ഭരണസിരാ കേന്ദ്രം കൂടിയായ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലൂടെയാണ്. ഈ മണ്ഡലം ഇപ്പോൾ വികസനത്തിന്റെ പുതിയ പാതയിലാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഗതാഗതം മുതൽ വിദ്യാഭ്യാസം, ആരോഗ്യം വരെയുള്ള സമസ്ത മേഖലകളിലും നിരവധി വികസന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയുടെ ധനസഹായത്തോടെ ഇവിടെ നടപ്പിലാക്കിയത്. കണ്ണൂർ നിയോജക മണ്ഡലത്തിലും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയുടെയും മറ്റ് സർക്കാർ ഏജൻസികളുടെയും ഏകോപനത്തിലൂടെ യാഥാർത്ഥ്യമായത്. ഗതാഗതം, ഊർജം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ സമസ്ത മേഖലകളിലും ഈ വികസനത്തിന്റെ പ്രതിഫലനം ദൃശ്യമാണ്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ കാണാം. കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ പുരോഗതിയുടെ ഹൃദയതാളമാണ് കിഫ്ബി. സാധാരണക്കാർ
തൊട്ട് ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവർ വരെ കിഫ്ബി അത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടം. ആരംഭകാലത്ത് ഒരുപാട് അഭിപ്രായങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കിഫ്ബി മുഖേന പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ബഹുമുഖമായ പദ്ധതികൾ, ഓരോ സംരംഭങ്ങൾ, അതെല്ലാം തന്നെ വാസ്തവത്തിൽ അനിവാര്യമാണ് എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയാണ്. വിമർശിച്ചവരായിരുന്നാൽ ശരി, അനുകൂലിച്ചവരായിരുന്നാൽ ആരാലും ശരി എന്ന് പറഞ്ഞാൽ ആ നിലയിൽ അതിൻ്റെ ഒരു വ്യാപനം, കിഫ്ബിയുടെ സഹായങ്ങൾ, നേതൃത്വം, അത് പ്രാവർത്തികമാക്കാൻ കാണിച്ചിട്ടുള്ള ഭരണനിർവഹണ ശുഷ്കാന്തി, ഇതെല്ലാം കൂടി ബോധ്യമായതോടുകൂടി എല്ലാവർക്കും കിഫ്ബി സഹായങ്ങൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമില്ലാതെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിയമസഭാ വേദിയിൽ വെച്ച് തന്നെ ചർച്ചകളൊക്കെ നടത്തിയപ്പോൾ എല്ലാവർക്കും അത് ആവശ്യമായിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തമായ ഒരു സമീപനങ്ങൾക്ക് അപ്പുറം അതാണ് കിഫ്ബിയുടെ സഹായ സഹകരണങ്ങളുടെ ലഭ്യതയും അതിൻ്റെ പ്രയോജനക്ഷമതയും ഉപയോഗക്ഷമതയും വളരെ കൃത്യമായി നിർവഹിക്കാൻ ഒരു ഭരണ സംവിധാനത്തിന് കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്. $500 കോടി രൂപയോളം നമ്മുടെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ മണ്ഡലത്തിൽ സാക്ഷ്യമായിട്ടുണ്ട്. സിറ്റി സ്കൂളിന് 2 കോടി, നിർത്താൽ സ്കൂളിന് 75 ലക്ഷം കോടിയുണ്ട്. അതിൽ നമ്മുടെ കളക്ട്രേറ്റിൻ്റെ ജംഗ്ഷനിൽപ്പെടുന്ന സൗത്ത് ബസാറിൽ 138 കോടി രൂപയുടെ ഫ്ലൈ ഓവറാണ്. അതുപോലെ മേനേച്ചോവ ജംഗ്ഷൻ, വിമാനത്താവളത്തിൽ പോകുന്ന ജംഗ്ഷൻ, കോഴിക്കോട്ടേക്ക് പോകുന്ന ജംഗ്ഷൻ, എറണാകുളം പോലെ പോകുന്ന ആ ജംഗ്ഷനിൽ 38 കോടി രൂപയുടെ ഫ്ലൈ ഓവറാണ്. സ്പിന്നിങ് മിൽ റോഡ് 24 കോടി. തലശ്ശേരി ഭാഗത്ത് നിന്നും നഗരത്തിലേക്ക് എത്താൻ നഗരത്തിൻ്റെ തിരക്കുകളും റെയിൽവേ ഗേറ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോകേണ്ടതാണ് സ്പിന്നിങ് മിൽ, അത് 24 കോടി. അങ്ങനെ മൊത്തം 500 കോടി രൂപയുടെ പദ്ധതി മാത്രം എൻ്റെ മണ്ഡലത്തിൽ, കണ്ണൂർ മണ്ഡലത്തിലെ രംഗത്ത് കിഫ്ബിയുടെ പ്രവർത്തനം. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം 20 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതിൽ വേറൊരു ഘടകം എടുത്തു പറയാനുള്ളത്, നമ്മുടെ നഗരസഭാ കോർപ്പറേഷൻ 25 കോടി, ജില്ലാ ആശുപത്രിയുടെ 75 കോടിയാണ്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ത്വരിതഗതി നടക്കുകയാണ്. അത്യന്താധുനികമായ സൗകര്യത്തോട് കൂടിയിട്ടുള്ള സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ അതവിടെ ഉത്കരിക്കപ്പെടുകയാണ്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴുള്ള സാമ്പത്തിക സ്രോതസ് ഒരു ഘടകം തന്നെയാണ്. എപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പഠിപ്പിച്ച നവകേരള സൃഷ്ടിക്കില്ല. നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കിഫ്ബിയാണ് ഒരു ഘടകമാണ്. അപ്പോൾ നവകേരള സൃഷ്ടി, നവോന്മുഖമായ പരിപാടികൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള നമ്മുടെ സംവിധാന പ്രവർത്തനങ്ങൾക്ക് ഇത് സഹായകരമായിട്ടുണ്ട്. അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകാപരമായ നിലയിലുള്ളതാണ്. കിഫ്ബി മുഖേനയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും എല്ലാം അതിന് കേരളത്തിനകത്ത് മാത്രമല്ല പുറത്തും അതിൻ്റെ പ്രതികരണങ്ങളും പ്രതിധ്വനികളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതാണ് ഏറ്റവും അത് വിജയകരമായ ഒരു അനുഭവ സാക്ഷ്യമായി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സംരംഭങ്ങളുമായി മുന്നോട്ട് പോകും. അതിന് ജനങ്ങളുടെ കൂടി പിന്തുണയും സഹായങ്ങളും ലഭ്യമായി കഴിഞ്ഞാൽ പല പദ്ധതി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധതയുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ്. അതെല്ലാ ബഹുമാന്യരായ ജനങ്ങളുടെ കൂടി കക്ഷി രാഷ്ട്രീയ ജാതിപത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ ഇത്തരം
വികസനോന്മുഖമായ പരിപാടികൾ പിന്നീട് ഉണ്ടാകുന്നത് ഗുണകരമായിരിക്കും, അതുണ്ടാകണം എന്നാണ് എനിക്ക് വിനീതമായ സന്ദർഭത്തിൽ ബഹുമാന്യ ജനങ്ങളോടും അഭ്യർത്ഥിക്കാൻ. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര പാലക്കാട് ജില്ലയുടെ തെക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ നിളയുടെ ഓളങ്ങൾ തഴുകിയുണർത്തുന്ന ചരിത്രവും ഐതിഹ്യവും കൈകോർക്കുന്ന പറയപെറ്റ പന്തിരകുലത്തിൻ്റെ കഥകൾ മുതൽ VT ഭട്ടതിരിപ്പാടിനെ പോലുള്ള നവോത്ഥാന നായകരുടെ കർമ്മഭൂമിയായ സംസ്കാരവും ചരിത്രപരവുമായ ഒട്ടേറെ ഓർമ്മകൾ പേർന്ന തൃത്താല നിയോജക മണ്ഡലത്തിലൂടെയാണ്. കാർഷിക സംസ്കൃതിയുടെ പച്ചപ്പണിഞ്ഞ ഈ നാട് ഇന്ന് വികസനത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ പ്രത്യേകിച്ച് കിഫ്ബി എന്ന കേരളത്തിൻ്റെ സ്വന്തം വികസന ധനസഹായ സംവിധാനത്തിലൂടെ തൃത്താലയുടെ ഗ്രാമനഗര വീഥികളിൽ, വിദ്യാലയങ്ങളിൽ, ആരോഗ്യ കേന്ദ്രങ്ങളിൽ, ഗതാഗത സൗകര്യങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. തൃത്താലയുടെ ആധുനിക മുഖത്തിന് മിഴിവേകുന്ന പദ്ധതികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായി കാണാം. കേരള സർക്കാരിൻ്റെ അഭിമാനകരമായ പദ്ധതിയാണ് കിഫ്ബി. കിഫ്ബി ഒരു ബദൽ മാതൃക മുന്നോട്ട് വയ്ക്കുക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള വൻകിട പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 87,521 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന നടപ്പാക്കിയിട്ടുള്ളത്. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, റോഡുകൾ, പാലങ്ങൾ എന്നീ മേഖലകളിലും കിഫ്ബി വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 250 കോടിയിലേറെ രൂപയുടെ കിഫ്ബി പദ്ധതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.